നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കണം. ഇവിടെ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തക്കാളി മുട്ടച്ചോറാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമുള്ള ഒരു നല്ലൊരു കോമ്പിനേഷനാണ് തക്കാളി മുട്ടയും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻകാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ മുട്ട പുഴുങ്ങിയത് ചേർക്കും. അപ്പോൾ മുട്ട ചേർക്കാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ചോറായിട്ട് കഴിക്കാം. അല്ലെങ്കിൽ എനിക്ക് മുട്ടയും കൂടിയും ചേർത്തിട്ട് തക്കാളി മുട്ട ചോറായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ട ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെജിറ്റേറിയൻകാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ വെജിറ്റേറിയൻകാർ മുട്ട ചേർക്കാണ്ട് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടാ. പിന്നെ നമ്മൾ മിയ കിച്ചണിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗോതമ്പൊടിയും ഏത്തപ്പഴം വെച്ചിട്ട് 2 റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തത്. രണ്ടായിരുന്നാലും ഭയങ്കര സിമ്പിളായിട്ട് റെഡി ആക്കിയിട്ട് എടുക്കണം. അധികം ഓയിലൊന്നും ഒഴിക്കാണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് റെഡി ആക്കിയിട്ട് എടുക്കണം. 2 സ്നാക്ക് റെസിപ്പി ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടോ. ആ വീഡിയോയിൽ ഞാൻ ആർക്കും കമൻസ് കൊടുത്തിട്ടില്ല, കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ടാണ് കമൻസ് തരാണ്ടിരുന്നത്. അപ്പോൾ ഞാൻ കഴിയുന്നത് എല്ലാവർക്കും റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് നോക്കട്ടെ. അപ്പോൾ ഈ നമുക്ക് സമയങ്ങൾ തന്നെ നമ്മുടെ തക്കാളി മുട്ട ചോറ് നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള സാധനങ്ങൾ ഞാനിവിടെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ കറികളിലേക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെ, കൂടുതൽ നമുക്ക് എക്സ്ട്രാ വേറെ വലിയ സാധനങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കാം, വെളുത്തുള്ളിയുടെ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു 5 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ വെളുത്തുള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് ഇടുക. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. കാരണം ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കണില്ല, പച്ചമുളക് മാത്രമേ ചേർക്കണുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ ഒരു 7 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്. കുറച്ചല്ല, ഒരു അത്യാവശ്യം ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട് പുതിനയില. ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് വയ്ക്കാം. കാരണം ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ടെടുക്കും. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില ആയിരുന്നാലും കുറച്ച് നന്നായിട്ട് ചേർക്കാം. ഇത്രയ്ക്ക്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മല്ലിയിലയും കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇത് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ടെടുക്കും. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഓയിലിൽ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മുരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ഒരു വലിയൊരു സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഈ സവോള നല്ല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇവിടുത്തെ സവോളയുടെ കളർ നോക്കിക്കേ, കളർ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്, നല്ല ഗ്ലേസിങ് ആണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സവോളയ്ക്ക് ഇത്രയ്ക്ക് കളറില്ലല്ലോ, പക്ഷേ ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ്. പിന്നെ നമ്മൾ ഈ കറിയിലേക്ക് സാധാരണ കറികളിലേക്കൊക്കെ ചേർക്കണ എല്ലാ മസാലപ്പൊടികളും ചേർക്കില്ല. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി വേണം, പിന്നെ മല്ലിപ്പൊടി വേണ്ട, പിന്നെ മുളക് പൊടിക്ക് പകരം നമ്മൾ പച്ചമുളക് ചേർക്കേണ്ടതാണല്ലേ, പച്ചമുളക്, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1 തക്കാളി വെച്ചിട്ട് ചേർത്താൽ മതി. അപ്പോൾ ചെറിയ തക്കാളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് എടുക്കണം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വലിയ തക്കാളിയാണ്. അപ്പോൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റാണ് എടുക്കുന്നത്, ഇതിൻ്റെ കൂടെ അരക്കണില്ല കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ, നല്ല എളുപ്പമല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ടെടുക്കാം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഒരെണ്ണം ഓടിപ്പോയി, പുതിനയില, കറിവേപ്പില, മല്ലിയില ചേർക്കണില്ല. നിങ്ങൾക്ക് മല്ലിയില വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയിലയും കൂടിയിട്ട് ചേർക്കാം. പക്ഷേ ഈ പുതിനയില ഇതേപോലെയും ചേർക്കണം. പുതിനയിലയുടെ ടേസ്റ്റ് നല്ല സൂപ്പർ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നമ്മൾ കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ തക്കാളി മുട്ടച്ചോറ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാൻ എടുക്കുക. കാരണം ഇതിലേക്ക് നമ്മൾ അരിയും കൂടി വേവിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് തന്നെയായിട്ടോ എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ കറക്കിയെടുത്തതില്ലേ അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. തീ പതുക്കെ ഒന്ന് കുറച്ച് വെച്ചോ. ഇതിപ്പോൾ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് മുരിഞ്ഞ് വരണം. മുരിഞ്ഞ് കരിഞ്ഞു പോരുത് കേട്ടോ. ഇനി ഇതിലേക്ക് സവോള ഉണ്ടല്ലോ, സവോള ചേർക്കാം. നല്ല വലിയ മൂത്ത സവോളയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതിൻ്റെ നടുക്ക് ഇതിങ്ങനെ ഒരു സാധനം ഉണ്ടാവും, ഇതെടുത്ത് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കൈപ്രസ് ഉണ്ടാവും. അപ്പോൾ സവോള നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. സവോള ചേർത്ത് അതിൻ്റെ ഒന്ന് ഇളക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ആദ്യം മുറിഞ്ഞതൊന്നും കരിയില്ല.
ഈ സവാള ഇതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വളർന്ന് വരണം. സവാള നന്നായിട്ട് മുരിയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ടേ. അപ്പോൾ നമ്മുടെ സവാള നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ഇതാ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഈ മഞ്ഞൾപ്പൊടി അത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വരണം. അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ശരിക്കും മുരിഞ്ഞില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞളുടെ ഒരു പച്ചയൊരു കുത്തുണ്ടാവുമല്ലോ. ഞാൻ സാധാരണ കറികളിലൊക്കെ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ ചേർക്കാറുണ്ട്. എന്നിട്ട് ഞാൻ സാധാരണ മസാലപ്പൊടികളിൽ ഏറ്റവും ഫസ്റ്റ് ഞാൻ മഞ്ഞൾപ്പൊടിയെ ചേർക്കുക. കാരണം മഞ്ഞൾപ്പൊടി ആയിരിക്കും മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി ഫസ്റ്റ് മരിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ മല്ലിപ്പൊടി ചേർക്കുക. മുളക് പൊടി ഏറ്റവും ലാസ്റ്റ് ചേർക്കുക. കാരണം മുളക് പൊടി പെട്ടെന്ന് കരിയും. അപ്പോൾ അതുകൊണ്ടാണ് മുളക് പൊടി ഏറ്റവും ലാസ്റ്റ് ചേർക്കുക. പക്ഷേ ഈ കറികളിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്നും ചേർക്കുന്നില്ല. ഈ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മഞ്ഞായിട്ട് വേണം. നമ്മൾ ആ 2 തക്കാളി എടുത്ത് വെച്ചില്ലേ, ആ തക്കാളി കൂടിയിട്ട് ചേർക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ മൂടി വെച്ചിട്ട് തക്കാളി നന്നായിട്ട് വേവിച്ചിട്ട് തുടങ്ങി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ചെറിയ തീയിൽ മൂടി വെച്ചിട്ട് വേവിക്കാം. നമ്മുടെ തക്കാളിക്ക് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇരുന്നിട്ട് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിൽ ഇട്ടിട്ട് നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചോറ് ഇട്ടിട്ട് വേവിച്ചിട്ട് എടുക്കുന്നത്. അങ്ങനെ പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കുമ്പോൾ ആ തക്കാളിയുടെ തൊണ്ടോ അല്ലെങ്കിൽ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും സെപ്പറേറ്റ് ആയിട്ട് കിടക്കില്ല. പിന്നെ ആ മസാലയിൽ കിടന്നിട്ടാണ് ചോറ് വെന്ത് കഴിയുമ്പോൾ ചോറായിരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഫ്ലേവറൊക്കെ നമ്മുടെ ചോറുമ്പയ്ക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ അരി എടുക്കുമ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് പച്ചരിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് പച്ചരി എടുക്കുക, അല്ലെങ്കിൽ ബസ്മതി റൈസ് എടുക്കുക, അല്ലെങ്കിൽ ഇഡ്ഡലി റൈസ് എടുക്കുക. അപ്പോൾ ഏത് അരി ആയിരുന്നാലും, ഞാൻ പച്ചരി ആയിരുന്നാലും ബസ്മതി റൈസ് ആയിരുന്നാലും ഇഡ്ഡലി റൈസ് ആയിരുന്നാലും സാധാരണ ഞാൻ വേവിക്കുമ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് വേവിക്കാറ്. പക്ഷേ ഈ തക്കാളി മുട്ടച്ചോറിന് എനിക്ക് ചോറ് കുറച്ചും കൂടി ഒന്ന് വേവണ ടൈപ്പാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് അരിക്ക് ആ സെയിം ഗ്ലാസ്സിൽ തന്നെ 1.25 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 3.5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് അരി വേവിച്ചിട്ടെടുക്കുന്നത്. അത് നിങ്ങളിപ്പോൾ ബസ്മതി റൈസ് ആയിരുന്നാലും ഈ സെയിം വെള്ളം തന്നെ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് ഇരുന്നിട്ട് ചൂടാറട്ടെ. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് തന്നെ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം 3.5 ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞില്ലേ, ആ വെള്ളം കൂടിയിട്ട് ചേർക്കാം. അപ്പോൾ 3.5 ഗ്ലാസ് വെള്ളം ഞാൻ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ടാണ് ഒഴിക്കുന്നത്. തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അരി ചേർക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി തിളച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അതും കൂടിയിട്ട് ചേർക്കണം. അപ്പോൾ നിങ്ങൾ മുട്ട കഴിക്കാത്തവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട ചേർക്കണ്ട. ജസ്റ്റ് ഒന്ന് പതുക്കെ വരഞ്ഞിട്ട് ചേർക്കാം. മുട്ടയുടെ ഉള്ളിലേക്കൊക്കെ ആയിരുന്നാലും ഫ്ലേവർ നന്നായിട്ട് കിട്ടും. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. കാരണം നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചല്ലോ. ഇനി ഇതിലേക്ക് അരി ചേർക്കാം. ഇനി നമുക്ക് ചെറിയ തീയിൽ മൂടി വെച്ചിട്ട് വേവിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ അടുപ്പിൽ ഏത് അടുപ്പാണ് ഏറ്റവും ചെറിയ അടുപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അടുപ്പിൽ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴായിരിക്കും നമ്മുടെ ചോറ് നമുക്ക് ശരിക്കും വെന്ത് വരും. അല്ലെങ്കിൽ ആ ചോറ് നമുക്ക് ഇത്രയ്ക്ക് വെള്ളത്തിൽ നമ്മുടെ ചോറ് നമുക്ക് ശരിക്കും വെന്ത് കിട്ടില്ല. തീ എങ്ങാനും കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ പറ്റിപ്പോകും, ചോറ് അടിയിലേക്ക് പിടിക്കും. അപ്പോൾ കുഞ്ഞ് തീയിലിരുന്നിട്ട് വെന്ത് വരണം. അപ്പോൾ നമ്മുടെ ചോറായിരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ കുറേ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറിൻ്റെ ഉള്ളിലേക്ക് വെള്ളമൊക്കെ കയറിയിട്ട് ആകെ വെന്ത് കുഴഞ്ഞ പോലെ വരും. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ എടുത്തിരുന്നത് വലിയ അടുപ്പാണ്. അപ്പോൾ ഞാൻ ഈ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ചെറിയ അടുപ്പിലേക്ക് വയ്ക്കണം. പിന്നെ ഏത് നേരം തുറന്നു നോക്കരുത് കേട്ടോ. ഒരു 17-18 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. ഞാൻ എപ്പോഴും തുറന്നു നോക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആ ആവിയൊക്കെ ഉണ്ടല്ലോ, ആവിയൊക്കെ പുറത്തേക്ക് പോകും. പിന്നെ എന്തായിരുന്നാലും അടിയിൽ പേടിക്കൊന്നും വേണ്ട. കാരണം നമ്മൾ ഭയങ്കര തീ ഉറച്ചിട്ടല്ലേ വെച്ചേക്കുന്നത്. അപ്പോൾ ചെറിയ തീയിൽ ഇരുന്നിട്ട് വെന്ത് വരട്ടെ.
അപ്പോൾ നമ്മുടെ ചോറ് മൂടി വെച്ചിട്ട് ഇപ്പോൾ ഒരു 18 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഞാൻ ഇത്രയും നേരമായിട്ട് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ആ പറഞ്ഞ പോലെ ചെറിയ തീയിൽ വെക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത്. ഞാൻ നിങ്ങൾ വേറൊരു സാധനം കാണിച്ചിട്ട് അതാ ഞാനിവിടെ നാരങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. നാരങ്ങ ഇതിപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ ഒരു 2 ആഴ്ച ആയിട്ടുണ്ട്. നല്ല ചൂടാറിയ വെള്ളവും പിന്നെ പച്ചമുളകും പിന്നെ കുറച്ച് വിനീഗറും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നാരങ്ങ ഇട്ട് വെച്ചത്. ഇപ്പം നാരങ്ങ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതോടെ ഇരിക്കട്ടെ. ഇതെടുത്തിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നാരങ്ങച്ചാറ് പോലെ ഉണ്ടാക്കാൻ ചെയ്യാം. അപ്പോൾ പിന്നെ ഇട്ട വഴിക്കന്നെ കഴിക്കാം. കാരണം ഓൾറെഡി നാരങ്ങ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചോറ് എന്തായിരുന്നു മിക്സ് ചെയ്യട്ടെ കേട്ടോ. ഇത് കുറച്ച് മസാലയൊക്കെ അവിടെ മുകളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഇളക്കിയിട്ടിട്ട് നമുക്ക് ഒരു 6-7 മിനിറ്റും കൂടി നമുക്കൊന്നുകൂടി ഒന്ന് മൂടി വയ്ക്കാം. ഒന്നുകൂടി നമുക്കൊരു 7-8 മിനിറ്റും കൂടിയിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ചെറിയ തീയിൽ തന്നെ മൂടി വയ്ക്കാം. അത് അടിയിൽ കിടന്ന ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മുകളിലെ ചോറ് നമുക്കൊന്നുകൂടി വേവാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റും കൂടി മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചോറ് എന്തായി നോക്കാം. നമ്മുടെ ചോറൊക്കെ ആയിരുന്നാലും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും അടിയിലൊന്നും പിടിക്കില്ല കേട്ടോ. തീ അങ്ങനെ കൂട്ടി വെക്കാണ്ടിരുന്നാൽ മതി. ഇതാ അങ്ങനെ നമ്മുടെ തക്കാളി മുട്ടച്ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല മണമാക്കി വരുന്നുണ്ട്. ചോറ് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ പകുതിയിലും കുറച്ചുകൂടി കൂടുതൽ എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ചോറ് അവിടെ ഇരിക്കുന്നുണ്ട്. പാത്രത്തിന് നല്ല ചൂടുണ്ട്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. പാത്രം അവിടെ ഇരിക്കട്ടെ കേട്ടോ. നല്ല ചൂടാണ്. ഞാൻ മസാലയിലേക്ക് അരി നമ്മൾ ഇട്ടില്ലേ, അരി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കണം കേട്ടോ. ഇളക്കിയിട്ട് വേണം കേട്ടോ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കഴിച്ചോട്ടെ. ചോറ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. സാധാരണ നമ്മൾ ചോറ് വേവിക്കുന്ന പോലെയല്ല. ഇതേപോലെ ഇങ്ങനെ മസാലയിൽ കിടന്നിട്ടാണ് ചോറ് വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് ആ മസാലയ്ക്ക് നമ്മുടെ ചോറിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടാ. അപ്പോൾ ഇനി നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇത്രയ്ക്ക് വേണ്ടാന്ന്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ. കാരണം നമ്മൾ മുളക് സാധാരണ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചേർക്കണ പോലെ ആയിരിക്കില്ല. ഇത് നമ്മളൊന്ന് അരച്ച പോലെയല്ലേ എടുത്തത്. അപ്പോൾ ഭയങ്കര എരിവല്ല, എന്നാലും അത്യാവശ്യം ഒരു എരിവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീരെ എരിവ് വേണ്ടാത്തവർക്ക് പച്ചമുളക് അതനുസരിച്ചിട്ട് കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ.